ഹായ്, ഞാൻ വീണ്ടും വന്നു. ഗിരി തൃശ്ശൂർ. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു അവിടെ പുലിക്കളിനെ പറ്റിയിട്ട്, പുലിക്കളി നടത്തണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ തീരുമാനമായി. സെപ്റ്റംബർ 18-ാം തീയതി ആണെന്ന് തോന്നുന്നു, ആലോണത്തിനന്ന് പുലിക്കളി നടത്താമെന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ തീരുമാനിച്ചു. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ബഹുമാനപ്പെട്ട മേയറെ, തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണാധികാരികളെ ഞാൻ വീണ്ടും പറയുന്നു, എന്താണെന്ന് വെച്ചാൽ പുലിക്കളി നടത്തിയിട്ട് അന്നത്തെ ദിവസം വലിയൊരു സാധ്യതയാണ് നമുക്ക് വയനാടിന് വേണ്ടി കൊടുക്കാവുന്ന, ദുരിതം അനുഭവിച്ച വയനാടിന് വേണ്ടി ചെയ്യാവുന്ന വലിയൊരു സാധ്യത വെറുതെ തള്ളിക്കളയരുത്. അതായത് അന്നേ ദിവസം തൃശ്ശൂർക്ക് വരുന്ന അന്നേ ദിവസം രാവിലെ മുതൽ നിങ്ങൾ തൃശ്ശൂർ കോർപ്പറേഷൻ വളണ്ടിയേഴ്സിനെ വെച്ചിട്ട്, CMS സ്കൂളത്തെ പിള്ളേരോ അല്ലെങ്കിൽ സെൻറ് സ്കൂളത്തെ സ്റ്റുഡൻസിനെയോ ഒക്കെ വെച്ചിട്ട്, വളണ്ടിയേഴ്സിനെ വെച്ചിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയുടെ QR കോഡ് ഉണ്ടാവും. ആ QR കോഡ് കൊടുക്കുക. തൃശ്ശൂർ കോർപ്പറേഷൻ സീൽ ചെയ്തിട്ടുള്ള ഭണ്ഡാരം കൊടുക്കുക. ആ പിള്ളേരെല്ലാം അവർ കൊടുത്തു കഴിഞ്ഞാൽ അവർ രാവിലെ മുതൽ പുലിക്കളി കഴിയുന്നത് വരെ ശക്തൻ സ്റ്റാൻഡിൽ, വടക്കേ ബസ് സ്റ്റാൻഡിൽ, നടുലാലിൻ്റെ അവിടെ, പാറമേക്കാവിൻ്റെ അവിടെ, തൃശ്ശൂർ പൂരപ്പറമ്പ് ഏകദേശം ഒരു 2 മണി തൊട്ട് ബ്ലോക്കാവും. 2 മണി തൊട്ട് തൃശ്ശൂർ പൂരപ്പറമ്പ് മുഴുവൻ നിങ്ങൾ ഈ QR കോഡും ഭണ്ഡാരം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളും അന്നത്തെ ദിവസം, അന്ന് തൃശ്ശൂർക്ക് വന്ന് ടൗണിൽ വന്നു പോകുന്ന എല്ലാ ജനങ്ങളും വയനാടിന് വേണ്ടി 1 രൂപയെങ്കിയോ 10 രൂപയെങ്കിയോ 100 രൂപയോ ഒക്കെ എല്ലാം തരാൻ മനസ്സ് കാണിക്കും അല്ലേ? അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വയനാട് ദുരിതാശ്വാസം അനുഭവിക്കുന്ന വീടൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള എത്രയോ വീട്ടുകാരുണ്ട്, എത്രയോ കുടുംബങ്ങളുണ്ട്. ഒരു 10 വീട്ടുകാർക്ക് അവർക്ക് വീട് പണിയാനുള്ള കല്ലടിക്കാൻ പറ്റുക അതായില്ലേ, ഒരു കട്ടള വയ്ക്കാൻ പറ്റുക ആകാശമായില്ലേ. വെറുതെ ഒരു സാധ്യത തള്ളിക്കളയുന്നു, വെറുതെ പുലിക്കളി മാത്രം നടത്തിയിട്ട്. പുലിക്കളി നടത്തുമ്പോൾ അന്ന് വരുന്ന ആൾക്കാർ എല്ലാവരും വരാൻ പറയാം. തൃശ്ശൂർ ടൗണിലേക്ക് ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും വരാൻ പറയാം. അന്ന് വന്നു പോണ എല്ലാവരുടെ കയ്യിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ QR കോഡ് കൊണ്ട് നടക്കുക, കോർപ്പറേഷൻ സീൽ ചെയ്തിട്ടുള്ള ഭണ്ഡാരം കൊണ്ട് നിങ്ങൾ വളണ്ടിയേഴ്സിന് വെച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ ഒരു വലിയ തുക നമുക്ക് കിട്ടും. ആ തുക വയനാട് വീടും കൂടിയും ഒക്കെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. നല്ലതുപോലെ ആലോചിക്കുക. ശരിയാണെന്ന് തോന്നുന്നവർ ഷെയർ ചെയ്യുക. പ്രിയപ്പെട്ട മേയറെ, ബഹുമാനപ്പെട്ട മേയറെ, ഭരണാധികാരികളെ ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ്, വെറുതെ ഒരു ദിവസം വെറുതെ വേസ്റ്റാക്കരുത്, അല്ലെങ്കിൽ ആഘോഷം മാത്രം നടത്തി വേസ്റ്റാക്കരുത്. ആ ആഘോഷം ഒരു കുടുംബത്തിനെങ്കിൽ 10 കുടുംബത്തിനെങ്കിൽ 50 കുടുംബത്തിന് സഹായം ആവുന്നെങ്കിൽ അങ്ങനെ ചെയ്യൂ. വീണ്ടും വരാം. ഗിരി തൃശ്ശൂർ.